ഇപ്പോഴും ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ് അനശ്വര എന്തുകൊണ്ട് ആ പടത്തിൽ നമ്മൾ ഇനിയുള്ള ആവർത്തിക്കായിരിക്കും ചോദിക്കുകയാണ്. അല്ല, ഇതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമാണല്ലോ എനിക്ക്. എൻ്റെ ലൈഫിൽ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതിക്ക് മുകളിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വരണമല്ലോ. ആ സൊല്യൂഷൻ വന്നായില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പരാതി റേസ് ചെയ്തത്? ഇത്രയും പടങ്ങളിലെ സ്റ്റാറിനും മെയിൻ സ്റ്റാറിനും വെച്ചാൽ ചെയ്തത്, പിന്നെ ചെയ്തേക്കുന്ന ഇത്തരത്തിൽ വെച്ചുള്ള മിസ്സസ് ആൻഡ് മിസ്റ്റർ ബാച്ചിലർ. എന്തുകൊണ്ട് പിന്നെ ഒരു മെയിൻ സ്റ്റാറിലേക്ക് പോയില്ല? കൊമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടായിരുന്നെങ്കിൽ. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ചെയ്യാറുന്ന മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചിലർ അല്ല. പക്ഷേ ഞാനും പൃഥ്വിയായിട്ട് ചെയ്യാനുള്ള വാഗണാർ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ, അതൊരു പാൻ ഇന്ത്യൻ സിനിമ, കുറേ സമയം ഡിലേ ആവുന്നതുകൊണ്ട് ഒരു സിനിമ ഇടയ്ക്ക് ചെയ്യണം, ഒരു സിമ്പിൾ സിനിമ ചെയ്യണമെന്നുള്ളൊരു സംഭവം വരെയും അവിടെ എൻ്റെ കിക്ക് ശരിക്കും ഇന്ദ്രജിത്തിനെക്കാളും അനശ്വര രാജനായിരുന്നു. അനശ്വര ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത ഒരു ആക്ട്രസസ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുട്ടി, അവരുടെ പെർഫോമൻസ്, അവരുടെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ ക്യാച്ച് ശരിക്കും അനശ്വരയായിരുന്നു മെയിനായിട്ട്. ലേഡി സോറിന്റെ കഥയാണ്. അങ്ങനെ ഒത്തിരി പുലിവാലാവും ചെയ്തു. പിന്നെ ഒരുപാട് സംസാര വിഷയം വിവാദമൊക്കെ ആയി. സിനിമയിലെ വിവാദങ്ങൾ വളരെ അവിടെ ആ സിനിമയുടെ ആ സമയത്ത് അവസാനിക്കേണ്ട വിവാദങ്ങൾ മാത്രമേ ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് ബേസിക്കലി എന്താ ചില പ്രത്യേക സാഹചര്യങ്ങൾ. കാരണം എന്നെ സംബന്ധിച്ച് ജയറാമേട്ടൻ്റെ കഥ പറഞ്ഞ പോലെ എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് അനശ്വര രാജൻ. ഞാൻ വീട്ടിൽ ജയറാമേട്ടൻ എങ്ങനെയാണോ അങ്ങനെ അതേപോലെ എന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച് എന്നോട് ഭയങ്കര നന്നായി ബിഹേവ് ചെയ്ത കുട്ടിയാണ് അനശ്വര. അല്ലെ, പല അതിന്റെ പ്രൊമോഷൻ സമയത്ത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവം, ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും മാത്രം ഇരുന്ന പറയുന്ന സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് പോലും സഹകരിക്കില്ല. ഒരു ഡയറക്ടർക്ക് ഒരു സങ്കടമുള്ള നിമിഷമല്ലേ. നമ്മളിത് ഫേസ് ചെയ്ത് ഞാൻ മറ്റേ മാക്ടയുടെ ഇഷ്യൂ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഏതെങ്കിലുമൊക്കെ വഴിക്ക് വരും. അത് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് വേറെ കുറേ വിഷയങ്ങൾ ആ സിനിമയ്ക്കകത്ത് വന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് അനശ്വരയുടെ ഈ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു റിലീസ് സംബന്ധമായ ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വ്യക്തമായി എന്ന് റിലീസ് ചെയ്യുമോ എന്നുള്ള ധാരണയോ അല്ലെങ്കിൽ അതിൻ്റെ തിയേറ്റേഴ്സ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടോ ഒക്കെ തന്നെ അതിനെ ബാധിച്ചു. അതിൻ്റെ ഒരു റിലീസിങ് പലപ്പോഴും ഒരു സിനിമയ്ക്ക് ഭയങ്കര വലിയ ഘടകമാണ്. അങ്ങനെ എത്ര ചെറിയ സിനിമ ചെയ്തോളൂ, ഇത്ര ഉള്ള ചെറിയ സിനിമ ചെയ്തോ, പക്ഷെ അത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു പ്രൈമറി, അതൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അതിന് കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് സംഭവങ്ങളൊക്കെ വേണം, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വൺ സൈഡഡ് ആയിട്ട് മാത്രം പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസറിൻ്റെ മാത്രമല്ല, രണ്ട് സൈഡിൽ നിന്നും അതിനൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അല്ല, ഈ ഒരു അവസ്ഥ അനുഭവിച്ച ഡയറക്ടർ നിന്ന് ചോദിക്കുവാണ്, ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ മൊത്തം താരങ്ങളാണ്, അവരുടെ പ്രൊമോഷൻ ഒരു പക്ഷേ പടത്തെ ഗുണം ചെയ്തു. അനശ്വരയെ പോലെയുള്ള നടി പ്രൊമോഷൻ ഒരു വിധത്തിൽ സഹായിച്ചില്ല എന്നുള്ള ഒരു സത്യം നിൽക്കെ ഈ മമ്മൂക്ക പോലെയുള്ള 10-75 വയസ്സുള്ള മനുഷ്യർ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യുവാണ് പടം. അതൊരു വലിയൊരു അല്ല, അത് ഇപ്പോഴും ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ് അനശ്വര എന്തുകൊണ്ട് ആ പടത്തിൽ. നമ്മൾ ഇനിയുള്ള ആവർത്തിക്കായിരിക്കും ചോദിക്കുകയാണ്. അല്ല, ഇതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമാണല്ലോ എനിക്ക്. എൻ്റെ ലൈഫിൽ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കാരണമോ ഈ കാരണം കൊണ്ടാണ് നമ്മളിത് എന്ത് പറയാനായിട്ട് പ്രൊമോഷൻ വരാത്തതെന്നൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കല്ല എൻ്റെ എത്തിയത്. ഞാൻ ആ പടം കണ്ടു, നല്ല രസമുള്ള പടമാണ്. പക്ഷേ പ്രേക്ഷകരിലേക്ക് എത്തിയില്ല എന്നുള്ള സത്യം നമ്മൾ മറച്ചു വെക്കാനോ ഒക്കത്തില്ല. അല്ല, പ്രേക്ഷകരിലേക്ക് എത്തിയില്ല അത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ, അത് OTT എൻ്റെ ഫസ്റ്റ് OTT റിലീസാണ്. എൻ്റെ സിനിമകളൊന്നും OTT കാരണം ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന കരിക്കുന്ന 6 അപ്പോഴും OTT വലുതായിട്ടില്ല. ഇതാണ് ആദ്യം OTT വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്നത് OTT ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, തിയേറ്ററിനെക്കാളും. പക്ഷേ തിയേറ്റർ സക്സസ് ഒരു കമേഴ്ഷ്യൽ ഇൻഡിക്കേറ്റർ മാത്രമാണ്. പക്ഷേ ജനങ്ങൾ കൂടുതൽ കാണുന്നത് എനിക്കൊന്നും OTT-ലാണെന്ന് തോന്നുന്നു. ഈ അനശ്വരോട്ട് പിന്നെ സംസാരിക്കുക അങ്ങനെയുള്ള ഒരു സംഭവം, കമ്മ്യൂണിക്കേഷൻ ഒന്നും, അത് എപ്പോഴും ഒരു തീരാത്ത വേദനയുടെ മനസ്സിൽ നിൽക്കുക അല്ലേ? ആ പടത്തെ നശിപ്പിച്ച ഒരാളെ അങ്ങനെയല്ല, പടത്തെ നശിപ്പിച്ച ഒരാളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനും പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ഇഷ്യൂ എൻ്റെ സൈഡിൽ നിന്നും അനശ്വരയുടെ സൈഡിൽ നിന്നും വേണ്ടാത്തൊരു ഇഷ്യൂ ആയിരുന്നു. ഒന്ന്, ഞാൻ ഒന്നുകിൽ സമവായത്തിനെത്തണമായിരുന്നു. അതായത് ഇങ്ങനെ നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനതൊരു ഇഷ്യൂ ഒന്നും ആക്കത്തില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് പുള്ളിക്കാരിയും പറയണമായിരുന്നു, അല്ല കുഴപ്പമില്ല, അന്നത്തെ വിഷയം വേറെ, നമുക്കിപ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകാന്നുള്ള. അപ്പോൾ അത് എവിടെയും നമ്മൾ പറയത്തില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴാണ് നമുക്ക് ഭ്രാന്തളവെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ആ കുട്ടിയുടെ ഞാനിപ്പോൾ ആ കുട്ടിയുടെ ഭാഗം ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാതെ വേറെ ഏതോ പടം എടുത്ത് അവരുടെ ഇൻസ്റ്റാ പേജിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അല്ല, അതാണ് ഞാൻ ചോദിച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അത്രയും മനസ്സിനെ വേദനിപ്പിച്ച സംഭവം എന്താണെന്ന് ഇപ്പോഴും നിങ്ങളും പറയുന്നില്ല. അല്ല, അങ്ങനെ മനസ്സിനെ വേദനിപ്പിച്ചതല്ല ഞാൻ പറയുന്നത്.
ആ പടത്തിന് കിട്ടേണ്ട പ്രോപ്പറായ റിലീസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരുന്നിരിക്കാം ഒരു കാരണം. കാരണം ആ സിനിമയായിട്ട് അല്ലെങ്കിൽ ആ കുട്ടി സഹകരിക്കാൻ പാടില്ലായിരുന്നു. നല്ല സഹകരിച്ച കുട്ടിയല്ലേ. നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഇനി ഒരു മീഡിയ ഒരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞ് പകുതി വിട്ട കാര്യമാണത്. അത് നമ്മളിനി വീണ്ടും അതിലേക്ക് പോകണ്ട. കാരണം അതിനകത്ത് സൊല്യൂഷനൊന്നുമില്ല. എന്തായാലും അത് അവിടെ ആ ചർച്ചയ്ക്ക് മുമ്പ് വിരാമം വേണം. എന്തായാലും പറയേണ്ട കാര്യം, ഒരു പടത്തിന്റെ പ്രൊമോഷൻ താരങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഇതൊരു ഒരു ഗീവ് ആൻഡ് ടേക്ക് സംഭവമാണ്. ഇത് ആരെയും നമുക്ക് നിർബന്ധിച്ച് കൊണ്ടൊന്നും പ്രൊമോട്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അവർക്ക് ആ സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്ന് അവർക്കും കൂടെ തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ സൈഡിൽ എന്തോ കുഴപ്പമുണ്ട്. മനസ്സിലായില്ലേ? അവരെ ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ തോന്നണം അല്ലേ? അത് അവരുടെ ജീവിതത്തിലൊരു വലിയ സിനിമയായിട്ട് മാറണമെന്ന് തോന്നണം. എന്നാലേ അവരും പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് നമുക്കതിനകത്ത് വീണ്ടും ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ സൈഡിൽ നിന്നും അത് അൺവാണ്ടഡ് ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടൊരു റിസൾട്ട് ഉണ്ടായില്ല. നമ്മളിങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതിക്ക് മുകളിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വരണമല്ലോ. ആ സൊല്യൂഷൻ വന്നായില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പരാതി റേസ് ചെയ്ത് കുറച്ച് രണ്ടുപേരും ഒരു മാധ്യമത്തിൽ ഒരു വാർത്തയായി കുറച്ച് നേരം നിറഞ്ഞു നിന്നു എന്നതിനപ്പുറത്തേക്ക് ആ റേസ് ചെയ്ത ഇഷ്യൂ വേറെ ഒരു സ്ഥലത്തേക്ക് എത്തിയില്ല. ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഈ താരങ്ങൾ ഇന്ദ്രിയത്ത് ആയാലും അനശ്വര ആയാലും പ്രൊമോഷൻ വേണ്ടി ഇറങ്ങി എൻ്റെ പടം കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടുവാൻ വിധിക്ക് എതിരെ വിധിയൊക്കെ അവിടെ അല്ല, അതിന് എല്ലാവരുടെ സൈഡിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അനശ്വരയുടെ സൈഡിൽ നിന്ന് ഇന്ദ്രജിത്തിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു കോമണായ ഒരു കുറച്ചും കൂടെ ഒരു സഹകരണം വേണമായിരുന്നു. എങ്കിൽ അത് എത്തേണ്ട രീതിയിൽ എത്തുമായിരുന്നിരിക്കാം. പരിഭവം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു പരിഭവം ഇല്ലെന്ന്. എന്ത് പരിഭവം? നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യമല്ലേ. സിനിമ അത് എത്തേണ്ടടുത്ത് എത്തിയില്ല, അത് വിധിയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് പടം 4 വർഷം പെട്ടിയിലിരുന്നില്ലേ. അപ്പോൾ ഇല്ലാത്ത എന്ത് പരിഭവമാണ് ഇപ്പം? അത് ഷൂട്ടിങ്ങിൻ്റെ അന്നത്തെ ദിവസം നായകൻ്റെ അച്ഛൻ മരിച്ച് ഷൂട്ടിംഗ് നിന്ന് പോകുന്നില്ലേ. എന്ത് പരിഭവം? അതിലൊന്നും പരിഭവം പറയാൻ പറ്റില്ല.